ഇന്ന് നോമ്പിൻ്റെ ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. ഏതായാലും ഇന്ന് സ്കൂളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് മക്കളുണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങുമ്പോഴേ തന്നെ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബെഞ്ചൊക്കെ എടുത്ത് പുറത്ത് വെച്ച് സോഫയൊക്കെ നീക്കി കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം ഫാത്തിനോട് ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടാ. അതിന് ശേഷമാണ് ഞാൻ മേലിലുള്ള ഈ വണ്ണാമ്പലയും കാര്യങ്ങളൊക്കെ കളയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഫോണിന് വേണ്ടി കരയാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഫുള്ളായിട്ട് പൊടിയൊക്കെ തട്ടി ഫാന് ഇതിനിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഇതാ ഞാൻ എൻ്റെ ഡോറിന് ഫുള്ളായിട്ട് എന്തോ ഒരു ബ്ലാക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സോപ്പും നമ്മുടെ ഈ പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ചില്ലേ അതും കൂടി വെച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആരും ചെയ്യാൻ പോവേണ്ട. സത്യം പറഞ്ഞാൽ നൂറത് കണ്ടിട്ടില്ല. വന്നതിന് ശേഷം കണ്ടു കഴിഞ്ഞെങ്കിൽ അതിനൊരു സീതനക്ക് കിട്ടും. കാരണം പോളിഷൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അലമാരയും കട്ടിലൊക്കെ വൃത്തിയാക്കലാണ്. അതിനിടയ്ക്ക് നെജുവിനോട് കിച്ചണിലെ കബോർഡും കാര്യമെല്ലാം ഒന്ന് ക്ലീനാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളൊരു പണിയാണ് കേട്ടോ. നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പം ഈ ഷെൽഫും കട്ടിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടും. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇഷ്ടംപോലെ ഉറുമ്പിനെ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉറുമ്പൊടിയൊക്കെ ഇട്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ ഇതാ ഒരു റൂം ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ പണ്ട് ടൂറ് പോയ ഫോട്ടോ കണ്ടിട്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കിയതാണ്. എന്നെല്ലാം കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിയേ ചെയ്തിട്ടുണ്ടായേ. ഈ ക്ലീൻ ചെയ്യലും ഫുഡാക്കലും എല്ലാം കൂടി നടക്കൂല. അങ്ങനെ നമ്മൾ ചോറൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം വീണ്ടും ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ രണ്ടാമത്തെ റൂമും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയാല ഞാനൊരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇത്രയും വേസ്റ്റ് വരുന്നതാണ്. അങ്ങനെ ഇതാ അലമാരൻ്റെ ബാക്കിലുള്ള ഈ കാട്ടും കച്ചറയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ റൂമിലെ കട്ടിലും അലമാരയും എല്ലാം കൂടി ഒന്ന് തിരിച്ചിടലാണ് കേട്ടോ. രാത്രി വന്നിട്ടാകുമ്പം നൂറിൻ്റെ വായിന്ന് ഇതിനും എനിക്ക് കേൾക്കും. എപ്പോഴും എന്നോട് പറയും ഈ ടൈലിന് കലവുകും, നീ ഇങ്ങനെ ഇടാൻ പാടില്ല എന്നല്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ഇങ്ങനെ ഇടയ്ക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അധികം ആൾക്കാരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ രണ്ടാമത്തെ റൂമും ഫുള്ളായിട്ട് പൊടിയും ഇതൊക്കെ തട്ടി വൃത്തിയാക്കി ഈ വേണ്ടാത്ത വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് കത്തിക്കാൻ ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അടിച്ച് വാരി തുടക്കാൻ വേണ്ടി പോക്കാണ്. ഞാൻ സോഫ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടേട്ടാ. ഇതിൻ്റെ കോർണറിലെ സോഫ എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നെജു ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ബാത്റൂമിൻ്റെ ടൈലും കാര്യങ്ങളും ചുമരും എല്ലാം കഴുകി എടുക്കുന്നുണ്ട്. ഫാത്തി കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പാചകറാണി നമുക്ക് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കലാണ്. അങ്ങനെ പിന്നെ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കലാണ്. ഞാൻ ഫാത്തിനെ തുടക്കാൻ വേണ്ടി ആക്കിയിട്ടില്ല, കാരണം എന്തായാലും ഫുള്ളായിട്ടൊന്നും വൃത്തിയാവില്ല. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പഴം എന്തോ ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ എന്നെ ചായ കുടിക്കാൻ വിളിച്ച് അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഈ കബോർഡും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കലാണ്. ഇന്ന് കിച്ചണിലോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളാക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അധികം ആൾക്കാരും. കാരണം നമുക്കൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തീർന്ന് കിട്ടിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി ഇതാ വീടൊന്ന് നീറ്റായിട്ട് കാണുമ്പം തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ ഹാളും റൂമും എല്ലാം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് പണികളൊന്നും തീർന്നിട്ടില്ല. രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങണം. കുളിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കിച്ചണിലോട്ടും കൂടി ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.